ചേട്ടൻ പണ്ട് പട്ടാളത്തിലായിരുന്നില്ലേ? ആയിരുന്നു. ഇപ്പോഴില്ലേ. റിട്ടയർഡ് ആയതാണോ? ഏയ്, ഞാൻ നിർത്തി പോന്നതാ. അതെന്ത് പറ്റി? എനിക്കൊരു മകൻ ജനിച്ചപ്പോ ഞാൻ ആ സേവനം വേണ്ടാന്ന് വെച്ചു. ആണല്ലേ? അപ്പൊ ചേച്ചി എന്താ ചെയ്യണ്? അവൾ എന്റെ മകനെ എന്റെ കയ്യിൽ തന്നിട്ട് ഈ ലോകം കൊണ്ട് പോയി. അയ്യോ സോറി, എനിക്കറിയില്ലായിരുന്നു. ഏയ്, അതൊക്കെ 20 വർഷം മുമ്പാ. ചേട്ടനെ കുറിച്ച് ഞാൻ നാട്ടിൽ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇക്കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോ മകന്റെ പേരെന്താ? അവന്റെ പേര് ഉണ്ണി. അവനിപ്പോ എന്താ ചെയ്യണേ? അവൻ എന്തായി ഞാൻ പറഞ്ഞ കാര്യം? എന്ത് കാര്യന്നാ? മച്ചാനെ അതൊരു 3 ദിവസം. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് 5-8 ദിവസമായി. സാധനം ഇപ്പൊ എന്റെ കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇസാന്റെ വേണ്ടി ഇത്തിരി കൂടിയിട്ടല്ല, അതിന് ഇത്തിരി ടൈം എടുക്കും. കുഴപ്പമില്ലടാ, ഞാൻ വെയിറ്റ് ചെയ്യാടാ. അപ്പൊ നിന്റെ ലൈറ്റ് ഉണ്ട്. അയ്യോ മച്ചാനെ, ചാത്ത സാധന വേണ്ടെന്ന്. കുഴപ്പമില്ല, ഇന്നത്തേക്ക് എനിക്കിത് മതി. ഇതാണ് അവൻ പറഞ്ഞ ചാത്ത സാധനം.
ഉണ്ണേ ഉണ്ണിക്കുട്ടാ ഉണ്ണിയെ മോനെ ഉണ്ണിയെ എന്താ വെച്ചാ മോ ഉറങ്ങായിരുന്നോ? ഞാൻ ഉറങ്ങായിരുന്നു. ഇതെന്ത് പറ്റി? മൂക്ക് ചോര വരുന്നുണ്ടല്ലോ. അതെന്തോ കൊണ്ട് മുറിഞ്ഞാ തോന്നുന്നു. നോക്കട്ടെ. കുഴപ്പമില്ല. അച്ഛൻ നോക്കട്ടെ. വേണ്ട, അച്ഛൻ നോക്കട്ടെ. നോക്കൂ. കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോവാ. അച്ഛനിക്ക് കുഴപ്പമില്ല. നീ ഹോസ്പിറ്റലിൽ പോവാ. അച്ഛനിക്ക് കുഴപ്പമില്ല. അച്ഛനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഓക്കെയാണ്. എന്നൊന്ന് വെറുതെ വിട് പ്ലീസ്. ഇന്നലെ അടിച്ച ബ്രാൻഡ് പോരാ, തലവേദന പോണില്ല. അതെങ്ങനെ എനിക്കറിയാ? ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ. നിന്നൊക്കെ എന്തിനു കൊള്ള, ഭൂമിക്ക് ഭാരമായിട്ടോ. എന്തടോ, തന്റെ മകളുടെ പ്രായമല്ലോ കുട്ടിക്ക്. കഷ്ടം. തന്റെ വകയിലുള്ള കുട്ടിയൊന്നുമല്ലോ അത്. ഇതാ പഴയ പട്ടാളക്കാരന്റെ ചെക്കനല്ലേ അത്? ഏത് പട്ടാളക്കാരായി? അതിന് നിനക്ക് ഏതൊക്കെ പട്ടാളക്കാരനെ അറിയാ? അതാ പട്ടാളത്തിലെ രവി മേനോന്റെ മോനല്ലേ? ആ, അയാള് തന്നെ അത്. നീ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഹലോ ഹലോ, ആ ചെക്കൻ സിഗരറ്റ് ഒക്കെ വലിക്കുകയോ? ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഈ എന്ത് പരിപാടിയാണ് കാണിക്കണം? കുറച്ചൊക്കെ മര്യാദ വേണ്ട. അവന്റെ തന്തേനെ ഞാൻ എവിടെയെങ്കിലും വെച്ചു കാണും, അപ്പൊ ഇത് കാണിച്ചു കൊടുക്കും. എന്താടാ, നിനക്ക് തലക്ക് വല്ല കുഴപ്പമുണ്ടാ? അയാൾ അറിയട്ടാ അയാളുടെ മകന്റെ തോന്നിയസം. എന്തെങ്കിലും ചെയ്യും. നീ നടി കോള് കിട്ടിയതേ? നിനക്കൂടെ ഒരു ഉദ്ദേശം ഉണ്ടോ? ബാറ്ററി കളിച്ചിട്ട് പോടി. നീ പോയാ എനിക്ക് അടുത്ത് അത്രല്ലോടി. നീ ഇത്തിരി പോടി. അവൻ ഇങ്ങോട്ട് നോക്കണ്ടോ? അതിനെന്താ മാറോ, അവർ തയം ചെയ്യില്ല.
നീ എന്ത് കോപ്പട്ട ചെയ്തേ? ഓടോ. നിങ്ങളെ പണിയാൻ തരണ്ടാ. ഒരു ദിവസം അവൻ എന്നെ കയ്യിൽ കിട്ടും. ഇതായാളല്ലേ? നീ അങ്ങോട്ടാ? ഞാൻ പറഞ്ഞില്ലേ അവരെ തന്തേനെ എവിടെയെങ്കിലും വെച്ച് കിട്ടുന്നു. ആയോ തന്നെ പറ്റിയോ? ചേച്ചി രണ്ട് ചായ ഒന്ന് മാറിയിരിക്കണോ? നീ ഇങ്ങിരിക്കണോ? സഹോദര കുറച്ച് മര്യാദയൊക്കെ ആവാ. എന്താ താൻ ആദ്യം പോയിട്ട് തന്റെ മകനെ മര്യാദ പഠിപ്പിക്കുക, എന്നിട്ട് താൻ എന്നെ പഠിപ്പിക്കാൻ വാ. എന്ത് മനസ്സിലായില്ല? എനിക്ക് മനസ്സിലാവില്ല. താൻ ഇത് കണ്ട തന്റെ മോൻ വലിച്ചെറിഞ്ഞ എന്തിന്? താൻ ഇത് കണ്ട തന്റെ മോനല്ലേ ഇത്? അല്ല മര്യാദയുള്ള പയ്യൻ. തന്നോട് ആരാ ഒരാൾ അനുവാദമല്ലാതെ വീഡിയോ എടുക്കാൻ പറഞ്ഞ? ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തതായ പ്രശ്നം. അതിപ്പോ ഇവിടെ സിഗരറ്റ് കിട്ടുന്നോണ്ടല്ല വലിക്കണേ. അവൻ വലിക്കാനുള്ള പ്രായം പക്വതയ്ക്ക് അവരായിട്ടുണ്ട്. ആ ബെസ്റ്റ് തന്ത. ഞാൻ ഞരമേശ്വരമാനല്ലേ? പണ്ട് നിന്റെ അച്ഛനെ അപ്പുറത്തെ വീട്ടിലേച്ചരെ കൂടിച്ചിലപ്പാൻ പോയപ്പോ നാട്ടുകാരെല്ലാം കൂടി മത്തി കെട്ടി നിനക്ക് ഓർമ്മയുണ്ടാ? അന്നു ചേട്ടൻ മകന്റെ പ്രായമുള്ളോ? അപ്പോഴൊന്നും വരില്ലടത്. നീ പോയി തന്തയെ മര്യാദ പഠിപ്പിക്കേ, എന്നിട്ട് വാടാ എന്റെ മകനെ മര്യാദ പഠിപ്പിക്കാൻ. ഒന്ന് പോടാ. മോനെ അച്ഛൊരു കാര്യം ചെയ്യട്ടെ എന്നോട്. മോശമായിട്ട് വിചാരണ. പറഞ്ഞു മോനെ, വലിയാറുണ്ടോ? ചോര പറഞ്ഞു. അതവിടെ നോക്കട്ടെ, നീ വലിക്കാറുണ്ടാ? അച്ഛനോട് പറ മോനെ. ആ വലിക്കാറുണ്ട്. മോനെ, ഞാൻ നിന്നെ ഇങ്ങനെയാണോ വളർത്തിയത്? മോനെ, അച്ഛതേറൊന്നും തൊട്ടിട്ടില്ല. എന്റെ മോനെ ചെയ്ത് കാണുമ്പോ ഈ അച്ഛനെന്ത് മാത്രം വിഷമമുണ്ടാവുന്നറിയോ? അച്ഛൻ തുടങ്ങി പറയണേ. സിപ്പിന് വലിയ കുറ്റ സിഗരറ്റ് കിട്ടോന്നാ വലിക്കണത്. അച്ഛൻ വലിക്കാൻ വെച്ചിട്ട് ഞാൻ വലിക്കാൻ പാടുന്നുണ്ടോ? മോനെ മോനെ സത്യം ചെയ്യും. ഇനി വരക്കില്ലെന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യും. മോനെ, സത്യം ചെയ്യും മോനെ. അച്ഛനോട് സത്യം ചെയ്യും മോനെ. അച്ഛനോട് സത്യം ചെയ്യും മോനെ.
നീ അന്ന് എനിക്കൊരു ചാത്തൻ സാധനം തന്നില്ലേ, അത് ഇനി ഉണ്ടോ? ഏയ് അതൊന്നുമില്ല. ഇല്ലെന്ന്? എന്തില്ലെന്ന് നോട്ടെ. മച്ചാനെ പറയണേക്ക് വള്ളി സ്ഥലം. എന്ത് വള്ളി? ഒരു വള്ളിയിൽ സാധനം എന്താ? ഇതങ്ങാദ്യം ചെയ്താ പോരെ. എന്തിനാ അവനെ പേടിക്കണേ? ഈ എന്താ വിചാരിച്ച് ഞാൻ അവനെ പേടിച്ചിട്ടിരിക്കുന്നതാണ്? പിന്നെ ഞാനൊരു നല്ല ചാൻസിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അവനിപ്പോ അവന്റെ പെണ്ണായിട്ട് ബ്രേക്കപ്പ് ആയിട്ടിരിക്കുക. ഇതാണ് പറ്റിയ സമയം അവന് പണി കൊടുക്കാനായിട്ട്. അതെങ്ങനെ പണി കൊടുക്കുന്നത്? അവന്റെ പെണ്ണിന്റെ ബാത്റൂമിൽ ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടെന്ത് വീഡിയോ കിട്ടി. എന്നിട്ട് സാധനം എവിടെ? ഏയ് ആ വീഡിയോ ഇന്ന് രാത്രി ഞാൻ ലീക്കാക്കും. അതോടെ അവന്റെ കഥ കണ്ട് തീരും. അത് പൊളിച്ചു മച്ചാനെ, സീനന്നെ. ഉണ്ണി, മോനെ ഉണ്ണി, ഭക്ഷണം കഴിക്കാൻ വാ. മോനെ എന്ത് പറ്റി? മോനെ എന്ത് പറ്റണോ നിനക്ക്? ഈശ്വര, അയ്യോ മോനെ, എന്താണ് എനിക്ക്? ദൈവമേ, അയ്യോ മോനെ, മോനെ. അച്ഛാ, ഫുഡ് എന്താ? അച്ഛാ. ഇത് അച്ഛനെ വിളിക്കണ്ട. പിന്നെ അച്ഛനല്ലാതെ അളിയെന്ന് വിളിക്കണം. മിണ്ടരുത്. എന്താ അച്ഛന്റെ പ്രശ്നം? എന്റെ പ്രശ്നം നീ തന്നെയാണ്. ഈ ഒറ്റടുത്തനാ എന്റെ പ്രശ്നം. ഞാനിപ്പോ എന്താ ചെയ്ത്? നിനക്കറിയില്ല എന്നിട്ട് ഞാൻ നടന്ന കട പോകാനിരുന്ന. എന്താ അച്ഛന്റെ പ്രശ്നം? എന്റെ പ്രശ്നം നീ തന്നെ. അച്ഛാ, എന്താ കാണിക്കണേ?
ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഞാൻ ദേവ്മേനോനാണ്, പട്ടാളത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ. ഞാൻ വിളിച്ചതേ മകന്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചേ. ഈയിടെയായിട്ട് അവന്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇല്ല, ആ ഫ്രീഡം ഒന്നും ഇല്ല ഇപ്പൊ ആൾക്ക്. പണ്ടൊക്കെ നന്നായി വർത്താനം പറയുന്ന ആളാണ്. ഇപ്പൊ കൂടുതലൊന്നും എന്നോട് സംസാരിക്കാറില്ല, എപ്പോഴും എന്നെ ഒഴിവാക്കാണ് പതിവാണ്. പിന്നെ യഥാസമയം റൂമിന്റെ അകത്താണ്, പുറത്തേക്കൊന്നും ഇറങ്ങില്ല. ഇടയ്ക്ക് സിഗരറ്റ് വലിയും കൂടി ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഒന്നുമില്ല ഡോക്ടറെ. ഇല്ല, ഞാൻ അവനെ വിളിച്ചാ വരില്ലേ അവൻ പുറത്തേക്ക് പോവുക, നേരെ റൂമിൽ കയറി വാലടച്ചാ ഇരിക്കാണ്. ഇപ്പം കയർത്ത് സംസാരിക്കുക. ഇല്ല ഡോക്ടറെ, ഞാൻ വിളിച്ചാൽ വരില്ല, പുറത്തേക്കൊന്നും വരുന്നില്ലേ. ഓക്കെ, ഡോക്ടർ ബിസി ആണല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഡോക്ടർ ഫ്രീ ആകുമ്പോൾ വിളിച്ചോളൂ. ഓക്കെ ഡോക്ടറെ. ഓക്കെ. അച്ഛാ, വളർക്കച്ചാ, അച്ഛാ വളർക്ക്, അച്ഛാ വളർക്കച്ചാ, അച്ഛാ വളർക്കച്ചാ, അച്ഛാ വളർക്കാൻ, അച്ഛാ വളർക്കച്ചാ, അച്ഛാ വളർക്ക്, അച്ഛൻ വളർന്ന് ചവിട്ടി പൊടിക്കും. അച്ഛാ, അച്ഛാ, അയ്യോ, അച്ഛാ, അച്ഛാ വളർക്കച്ചാ, അയ്യോ, അച്ഛാ വളർക്കച്ചാ, ഞാൻ ചെയ്യില്ല അച്ഛാ, അച്ഛാ ഞാൻ ചെയ്യില്ല, വളർക്ക് അച്ഛാ, പ്ലീസ് അച്ഛാ വളർക്കച്ചാ, അച്ഛാ, അച്ഛാ വളർക്കച്ചാ, അയ്യോ, അച്ഛാ പ്രാന്താണ്ട് അച്ഛാ വളർക്കച്ചാ, അച്ഛാ പ്ലീസ് അച്ഛാ വളർക്കച്ചാ, അച്ഛാ. താനല്ലേ ഈ രവി മേനോൻ? അതെ, എന്താ കാര്യം? ഈ ഉണ്ണി എന്ന് പറയുന്നത് തന്റെ ആരാ? അതെന്റെ മകനാണ്. അവന്റെ ശരിക്കുള്ള പേരെന്താ? ഗൗതം മേനോൻ. മേനോ? ആന എന്തിനോട് അവനൊക്കെ വളർത്തണേ? എന്താ കാര്യം? തന്റെ മോൻ കാണിച്ച പണി എന്താന്ന് എനിക്കറിയോ? പെൺകുട്ടികളുടെ ബാത്റൂമില് ക്യാമറ വെച്ചിട്ട് മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യലോ അവന്റെ ഇപ്പത്തെ പണി. ഇല്ല, എന്റെ മകൻ ചെയ്യില്ല. ചെയ്യില്ല? താനതന്നെ പറഞ്ഞോ? പോലീസ് വരുമ്പളേ ഇത് തന്നെ പറഞ്ഞട്ടോ. മക്കളെ വളർത്തുമ്പോ കുറച്ച് മര്യാദ പഠിപ്പിച്ച് വളർത്തി കൂറോ. സംഭവം എന്റെ നാട്ടിലെ പെൺകുട്ടികളാണ് തന്റെ മോൻ ഇമാതിരി പരിപാടി കാട്ടിയുള്ളത്. അവനെ ചെയ്യില്ല, എന്റെ മകനെ ചെയ്യില്ല. എനിക്കറിയാം, എന്റെ മകനെ എനിക്കറിയാം, അവനത് ചെയ്യില്ല. അവള് പറയണ്ടേ തന്റെ മോൻ തന്നെന്നാ.
പോരാത്തിന് അവളെ തന്ന വക്കീലും. തന്റെ മോനെ എളുപ്പത്തിലൊന്നും അതിൽ ഊരെടുക്കാൻ പറ്റില്ലടോ. അത്തെമ്മാടിന് വേണമെങ്കില് വേഗം നാട് കടത്താൻ നല്ലത്. അല്ലെങ്കിൽ മോനും കൊടുക്കും തന്തയും കൊടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇറങ്ങിയിരിക്കുക രാവിലെ തന്നെ ചന്ദ്രൻ തൊട്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. എന്താണ് പ്രശ്നം? എന്താണ് കുറവരത്തിരിക്കുന്നത്? നീ പറഞ്ഞ ഫോണ് വാങ്ങിച്ചു, ബൈക്ക് ഞാൻ വാങ്ങിച്ചു. എന്തിനാണ് നീ എന്നോട് കാണിക്കുന്നത്? ഈ ഒരുത്ത കാരണം നാട്ടുകാരി നോക്കാൻ പറ്റാത്ത സ്ഥിതിയായി. മറ്റുള്ളവർ വാക്ക് വെക്കുമ്പോ തൊഴിലിഞ്ഞ പോവാ. എന്തിനോടാ നശിക്കുന്നത്? അയ്യോ നശിച്ചു. മറ്റുള്ളവരുടെ ജീവിതം കൂടി എന്താണ് നശിപ്പിക്കുന്നത്? അതെങ്ങനെയാ? സ്വന്തം അമ്മയെ കൊന്നിട്ടാണല്ലോ ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ അത്രയും കാണോ? ഭഗവാനെ, എന്തിനാ ഈ മകൾ എനിക്ക് തന്നത്? ഇതിനു വേണ്ടി എന്തുമാത്രം പാപം ഞങ്ങളോട് ചെയ്ത്? എന്തിനാണ് അങ്ങ് ജീവിക്കുന്നത്? നിനക്ക് എന്ത് കിട്ടാനാ? നശിച്ച ജന്മം. സാറേ, ഉണ്ണിയുടെ അച്ഛനല്ലേ? എന്നെ മനസ്സിലായോ? ഞാൻ ഉണ്ണീനെ +2 പഠിപ്പിച്ച ടീച്ചർ. അല്ല, ഉണ്ണി വീട്ടിലാവൂലേ? അല്ല, അവനെ പുറത്തൊന്നും കാണാറില്ലേ? ഞാൻ അവനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ആ കുരുത്തം കെട്ട പെണ്ണിന്റെ കൂടെ നടക്കരുതെന്ന്. അല്ല, സാറ് പേടിക്കണ്ട. അത് അവനാവില്ല ചെയ്തിട്ടുണ്ടാവുക. വേറെ വല്ല പിള്ളേരായിരിക്കും. അവൻ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. വേറെ ആരാ? ഹലോ ഡോക്ടറെ. ഇല്ല, അവൻ അതേപോലെ തന്നെയാ. അവപ്പോ ഡ്രഗ്സ് അടിക്കുന്നുണ്ട് ഡോക്ടറെ. ഞാൻ അന്ന് സിഗരറ്റ് വലിക്കുന്നത് മാത്രം കണ്ടിരുന്നുള്ളൂ. ഇപ്പൊ അവൻ എല്ലാം ഉണ്ട്. ഇല്ല, ഇത് മറ്റൊരു പറയുന്നത് കേട്ടു. പെൺകുട്ടികളുടെ വീഡിയോയിലെടുത്ത് അവൻ ഷെയർ ചെയ്ത്. ഇല്ല, ഞാൻ അവൻ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഒരാഴ്ച പറയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ അവർ ചീത്ത പറഞ്ഞു. ജീവിതത്തില് ഞാൻ അവനെന്തോ ഒരു വഴക്ക് പറഞ്ഞിട്ടില്ല. അത്രയ്ക്കും സ്നേഹിച്ച ഞാൻ വളർത്തിരുന്നത്. എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടണം. എവിടെ കൊണ്ടുപോയാലും ചികിത്സിക്കുക. ഇല്ല, എത്ര പൈസ മുടക്കിയാലും കുഴപ്പമില്ല. എന്റെ സമ്പാദ്യം മുഴുവൻ പോയിക്കോട്ടെ. എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടണം.
ഇല്ല ഡോക്ടറെ, ഇല്ല. അവന്റെ കയ്യിൽ നിന്ന് വിട്ടു പോയിക്കൊണ്ടിരിക്കുക. ആ ഓക്കെ, ഞാൻ കേക്കാം, പറയൂ. ഓക്കെ, ആ അത് മതി. ഡോക്ടറിന്റെ വീട്ടിലേക്ക് വരില്ലേ? അതെ, എനിക്ക് മോൻ തിരിച്ചു കിട്ടണം. അതെ, ആ ഓക്കെ ഡോക്ടറെ, ഞാൻ വീട്ടിലുണ്ട്. ഡോക്ടർ വന്നാൽ മതി. ആ ശരി ഡോക്ടറെ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വീട്ടിലുണ്ടാവും ഡോക്ടറെ. ഓക്കെ ഓക്കെ. ഈശ്വര, എന്റെ മോൻ എനിക്ക് പഴയപടി തിരിച്ചു കിട്ടണേ. ഉണ്ണിക്കുട്ടാ, മോനെ, ഉണ്ണിക്കുട്ടാ, മോനെ, എന്തിനാടാ നീ ചെയ്തേ? ഉണ്ണിക്കുട്ടാ, എന്റെ ഉണ്ണി, മോനെ, അച്ഛനെ ചെയ്തു പറഞ്ഞല്ലട പോലെ. ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ, മോനെ, എന്നോട് മോനെ, മോനെ, ഉണ്ണിക്കുട്ടാ, എന്തൊക്കെയുണ്ടപ്പോ തന്റെ വിശേഷങ്ങള്? പോണു. ഇന്നലെ വീട്ടില് താപ്പോയൊക്കെ ഇട്ടുണ്ടായിരുന്നത്, കുറച്ച് ആളെ കണ്ടു. അച്ഛനെന്തെങ്കിലും തന്തയ്ക്ക് ഒരു പൂതി ഒന്നും കല്യാണം കെട്ടാൻ. അത് പോട്ടെ, താൻ കല്യാണം കഴിച്ചില്ലേ? ആ ആലോചനയൊക്കെ നടക്കുന്നുണ്ട്. ആലോചന തുടങ്ങിയിട്ടുള്ളോ? ആ അതെന്തായാലും നന്നായി. അല്ലെങ്കിലേ ഇത് അതുപോലെ വന്നിരിക്കണ്ടായിരുന്നു.
ഇതാ പഴയ പട്ടാളക്കാരനല്ലേ? അതെ, പട്ടാളം. അയാൾക്ക് എന്ത് പറ്റിയതാ? എന്തും പറ്റിയതാ. ശ്ശോ. അയാൾക്ക് ഒരു ബോണ്ടായിരുന്നു, ഒരു തെമ്മാടി. അവ ഈ പെണ്ണ് കേസും കഞ്ചാവും MDMA ഒക്കെ ആയിട്ട് ആ സ്ഥലത്ത് നോക്കി. അതിനുശേഷം ഇതിങ്ങനെ പട്ടാളം. അയ്യോ ഈശ്വര, ഇങ്ങനെയായോ ഇയാള്? ഒന്നല്ലെങ്കിലേ ഒലക്കൊക്കെ വെച്ച് അടിച്ചു വളർത്തണമെന്നല്ലേ. ഇയാളിനെ ഇങ്ങനെ വെച്ച് കാണുമ്പോഴേ എനിക്കുണ്ടല്ലോ സന്തോഷം, സന്തോഷം. ഇയാളിത് എന്താ ഈ കാണും? എന്ത് പറ്റി? ഞാനേ അയാളുടെ മോനെ കുറിച്ച് ആലോചിക്കും. എന്ത് കാര്യ? അത് പിന്നെ പറയാം. നമുക്ക് പോർന്ന് പോവാം. മോനെ ഉണ്ണേ